ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു അവനെപ്പറ്റി. മക്കള് വിചാരിച്ച രീതിയിൽ വന്നിട്ടില്ലെങ്കിൽ പിന്നെന്തുണ്ടായിട്ടെന്താ? മാഡം വിഷമിക്കാതെ. വിദേശത്തൊക്കെ പോയി അവിടെ ഒരു ജോലിയിലൊക്കെ കയറി മിടുക്കനായി വരും ഋഷി. മോനെ, ദാ ടിക്കറ്റും വിസയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. രാത്രിയാണ് ഫ്ലൈറ്റ്. നീ നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിക്കോ. പറ്റില്ലമ്മേ. എന്താ? എനിക്ക് ഈ നാട് വിട്ട് പോകാൻ തോന്നുന്നില്ല. ഋഷി, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീയായിട്ടുണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കാൻ നോക്കുക ഞാൻ. അപ്പൊ വാശിയും കാണിച്ച് നിന്നാലുണ്ടല്ലോ അകത്ത് കിടക്കേണ്ടി വരും. അകത്ത് കിടക്കുന്നത് ഈ നാട്ടിലല്ലേ, ഞാൻ കിടന്നോളാം. എടാ ഋഷി, നീ എന്തായി പറയുന്നേ? മാഡം ടെൻഷൻ ആവണ്ട. കൊച്ചുകുട്ടിയല്ലേ ഋഷി. ഭാവിയെ കുറിച്ച് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ അറിയില്ല. ഋഷി, നീ വിദേശത്ത് പോയില്ലെങ്കിൽ നീ മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത്, എല്ലാവരും പെടും. പ്രധാനമായും ജയിലിലാവാൻ പോകുന്നത് മാഡം ആയിരിക്കും, നിന്റെ അമ്മ. അമ്മ എന്തിനാ ജയിലിൽ പോന്നെ? എന്തിനാണെന്നോ? ക്രിമിനൽ ഗൂഢാലോചനയാ, പിള്ളേരുകളെ അല്ല. പോലീസ് ജീപ്പ് വന്ന് മാഡത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ജയിലിലടയ്ക്കും. മോനൊന്ന് ആലോചിച്ചു നോക്ക്. ജയിൽ യൂണിഫോം ഇട്ട് മാഡം സെല്ലി കിടക്കുന്നത്, കൂടെ കിടക്കുന്നവർ പോക്കറ്റടിക്കാരികളും കള്ളികളും വൃത്തികെട്ട പ്രവൃത്തികൾക്ക് അറസ്റ്റിലായി വരും. അവരോടൊപ്പം വേണം ആഹാരത്തിന് പാത്രവും പിടിച്ച് ക്യൂ നിൽക്കാൻ, കുളിക്കാൻ. അവർ പരിഹസിക്കും, തല്ലും. മതി, ഒന്ന് നിർത്തങ്ങളെ. നിന്നെ വിഷമിപ്പിക്കാനല്ല, നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നീ ഈ രാജ്യം വിട്ടാ നീയും മാഡവും ഒരുപോലെ സേഫാ. മോനെ, CP പറഞ്ഞതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാ. പക്ഷെ ഞാൻ വേണമെങ്കിൽ ജയിലിൽ കിടന്നോളാം, അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ നിനക്ക് എന്തെങ്കിലും പറ്റിയ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റില്ലടാ. ദേ, അടുത്ത നിമിഷം ഞാൻ ജീവൻ കൊടുക്കും. അമ്മേ, സത്യം, അതിലൊരു മാറ്റമില്ല. ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. മിടുക്കൻ. എന്നാ പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോ. നീ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ അവിടുന്ന് വാങ്ങാം. നീ എത്തി 2 ആഴ്ച കഴിയുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് വരും. ശരി.